US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപം നൽകിയ ഗസ സമാധാന സമിതിയിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച് UAE. കൂടുതൽ രാജ്യങ്ങൾ ഉടൻ സമിതിയുടെ ഭാഗമാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. അതേസമയം ഗസയിലേക്കുള്ള വിദേശ സേനയിൽ ഖത്തറും തുർക്കിയും പാടില്ലെന്ന നിലപാട് ഇസ്രയേൽ ആവർത്തിച്ചു. ഹമാസിന്റെ നിരായുധീകരണമാണ് പ്രധാനമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. അതിശൈത്യം കാരണം ഗസയിൽ ഒരു കുഞ്ഞുകൂടി മരിച്ചു. ഗസയിലെ മാനുഷിക പ്രതിസന്ധി തീവ്രമെന്ന് UN മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ ജെറുസലേമിലെ പലസ്തീനികൾക്കായുള്ള UN അഭയകേന്ദ്രം ബുൾഡോസർ ഉപയോഗിച്ച് ഇസ്രയേൽ തകർത്തു. MC നാസർ ചേരുന്നു. നാസർ, ഗസ സമാധാന സമിതിയിലേക്കുള്ള ക്ഷണം UAE സ്വീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ രാജ്യങ്ങൾ ഏതൊക്കെയാകും സമിതിയുടെ ഭാഗമാവുക? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ധന്യ, കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായിട്ട് അമേരിക്ക ഈ രണ്ടാം ഘട്ടം നിലവിൽ വന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ മേൽനോട്ടം നടത്തുന്ന സമിതി കൂടിയാണ് ഈ സമാധാന സമിതി എന്ന പേരിൽ ട്രംപ് തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ സമിതിയുടെ ആദ്യ യോഗം ദാവോസിൽ വരും ദിവസങ്ങളിൽ അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ചേരുമെന്ന് കൂടി ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് തന്നെയായിരിക്കും ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക. 60ഓളം രാജ്യങ്ങൾക്കാണ് ഈ സമിതിയിൽ പങ്കുചേരണമെന്ന ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ക്ഷണം പോയിരിക്കുന്നത്. അതിൽ ഇന്ത്യയും റഷ്യയും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ പുടിൻ ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളെയും ഈ സമിതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന്, ഗൾഫ് മേഖലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇപ്പോൾ UAE ക്ഷണം തങ്ങൾ സ്വീകരിച്ചതായിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനായിരിക്കും ഈ സമിതിയിൽ ഉണ്ടാവുക. ഇക്കാര്യം UAEയിലെ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഉപപ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാനാണ് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ സമിതിയിൽ പങ്കുചേരുന്നതിലൂടെ പലസ്തീൻ ജനത നേരിടുന്ന ദുരിതങ്ങൾക്ക് കുറേയൊക്കെ അറുതി വരുത്താനുള്ള പ്രയത്നം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്നാണ് UAE ഇതിന്റെ ഭാഗമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. മറ്റ് എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ക്ഷണം പോയിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പ്രതികരണം വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും മിക്ക രാജ്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് മാറും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ യൂറോപ്പിലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് പോലും ട്രംപിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ വരികയാണെങ്കിൽ ഫ്രഞ്ചിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വൻതോതിൽ ഉയർത്തുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ കീഴിലുള്ള ഈ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ UN-നെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയായിരിക്കും ഈ സമിതിയുടെ പ്രവർത്തനം എന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കാണുന്ന ഏറ്റവും വലിയ പരിമിതി. ഇസ്രായേലിന്റേത് എന്നുള്ളതാണ്. പലരെയും മാറ്റി നിർത്താനുള്ള ആവശ്യങ്ങൾ അത് ഇസ്രായേൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇസ്രായേലിന് പറ്റാതിരിക്കുന്നത്? അത് US ട്രംപ് പരിഗണിക്കാനുള്ള സാധ്യത? ഇതിന് തീർച്ചയായിട്ടും ഇസ്രായേൽ നേരത്തെ തന്നെ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ടുള്ള ഈ സമിതി രൂപവൽക്കരണത്തോടും അതിലുള്ള അംഗങ്ങളുടെ കാര്യത്തിലും എതിർപ്പുകൾ അറിയിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നെതന്യാഹു നടത്തിയിട്ടില്ല. നേരെമറിച്ച് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവിറും സ്മോട്രിക്കുമാണ് ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. കാരണം ഇത് അമേരിക്ക ഇത്തരം ആളുകളെ നിയോഗിക്കുമ്പോൾ അത് എത്ര കണ്ട് ഈ മേഖലയിലെ താല്പര്യങ്ങൾക്ക് ഗുണകരമാകും, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് ഗുണകരമാകും എന്ന ഒരു വിലയിരുത്തൽ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. ഈ സമിതിയുമായിട്ടുള്ള സഹകരിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നതുൾപ്പെടെയാണ് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നെതന്യാഹുവും ട്രംപും സംസാരിച്ച പ്രകാരമായിരിക്കാം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ശക്തമായിട്ടുള്ള വിയോജിപ്പോ എതിർപ്പോ പരസ്യമായിട്ട് ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഈ രണ്ടാം ഘട്ട സമിതിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തുടർന്നോ വരുന്നതാണ് അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം. അതുമായി ബന്ധപ്പെട്ട് ഇന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഖത്തറും തുർക്കിയും അവരുടെ സൈന്യത്തെ ഒരു നിലയ്ക്കും ഗസയിലേക്ക് അനുവദിക്കുകയില്ല. ഇത് തങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാടുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇതിനെ അമേരിക്ക ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കാരണം തുർക്കിയും ഖത്തറുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുക മാത്രമല്ല ഈ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായിട്ടുള്ള മധ്യസ്ഥ റോൾ നിർവഹിക്കുന്ന 2 രാജ്യങ്ങൾ കൂടിയാണ് തുർക്കിയും ഖത്തറും, അതോടൊപ്പം തന്നെ ഈജിപ്തും. അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ സേനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്തർദേശീയ സേനാ വിന്യാസത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അംഗീകരിക്കാൻ ഇടയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ധന്യ. ഒപ്പം തന്നെ MCA
ഹമാസിനെ നിരായുധീകരിക്കുക, ഇല്ലാതാക്കുക എന്ന നിലപാടിനോട് അതിനോട് മധ്യസ്ഥ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? ഒപ്പം അറബ് രാജ്യങ്ങളുടെ നിലപാടെന്താണ്? ഇതിൽ നേരത്തെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതിയുടെ ഭാഗമാണ് ഹമാസിന്റെ നിരായുധീകരണം എന്നത്. ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് പ്രധാനമായും 3 അജണ്ടകളാണ് അമേരിക്കൻ ഭരണകൂടവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഒരു ഇടക്കാല ഭരണസമിതി സ്വഭാവത്തിലുള്ള ഈ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സമിതി എന്നതാണ്. ആ സമിതി നേരത്തെ ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു 15 അംഗങ്ങൾ ഉൾപ്പെടുന്ന സമിതി എന്നായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നത്. പക്ഷേ ആ സമിതി തന്നെ ആയിരിക്കുമോ ഈ 60-അംഗ സമാധാന സമിതി എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റം ഗസയിൽ നിന്ന് വരണമെന്നത് ഈ സമിതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ആ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, കാരണം 2 കൊല്ലം നീണ്ട യുദ്ധത്തിലൂടെ തകർത്തെറിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും ഇനിയും നീക്കം ചെയ്തിട്ടില്ല. ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഓരോ ദിവസവും ഗസ ജനത തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു പുറമെയാണ് ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണവും നടക്കുന്നത്. അതുകൊണ്ട് അതായത് വലിയ മാനുഷിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവശ്യ സാധനങ്ങളില്ല. റഫ അതിർത്തി അതൊരു വലിയ പ്രശ്നമായി തന്നെ തുടരുകയാണ്. അതിലെന്ത് നീക്കുപോക്കുണ്ടാകും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെ മരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതലായി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത്? രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിലെ വാഗ്ദാനങ്ങളാണ് ഇതെല്ലാം. പക്ഷേ അതുപോലും ഇതുവരെ പൂർണ്ണമായി എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടല്ലോ. അതിലുള്ള ആശങ്ക. ഒക്ടോബർ 10 ഇപ്പോൾ ഈ ആദ്യഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. നീണ്ട 2 വർഷത്തിലധികം നീണ്ട കൊടിയ യുദ്ധം, ആ യുദ്ധത്തിലൂടെ തകർത്തെറിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതുമാത്രമല്ല, 20 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആയിരക്കണക്കിന് ടെന്റുകളാണ് ഇപ്പോൾ പ്രകൃതിക്ഷോഭം മൂലവും തകർന്നിരിക്കുന്നത്. അതായത് കയറിക്കിടക്കാൻ കെട്ടിടങ്ങളില്ല, താൽക്കാലികമായ ടെന്റുകളില്ലാത്തൊരവസ്ഥയിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ഈ അതിശൈത്യവും മൂലമുള്ള മരണം പോലും നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു കുഞ്ഞുകൂടി മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് റഫ അതിർത്തി തുറന്ന് ഏറ്റവും എളുപ്പത്തിൽ നിത്യം 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു. പക്ഷേ ഈ 3 മാസത്തിലധികം പിന്നിട്ട് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം, എന്നിട്ട് പോലും ഈ പകുതി ട്രക്കുകൾ പോലും ഗസയിലേക്ക് കൊണ്ടുവരാനോ ഈ അടിസ്ഥാന സാമഗ്രികളും സംവിധാനങ്ങളും എത്തിക്കാനോ ഇന്ധനം എത്തിക്കാനോ മരുന്നും വെള്ളവും എത്തിക്കാനോ ഉള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രണ്ടാം ഘട്ടം വരുന്നൊരു ഘട്ടത്തിലും കുറേ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിലുള്ള സമിതിയും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമിതി യോഗം ചേർന്നതുകൊണ്ട് മാത്രമായില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഈ മനുഷ്യരുടെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കാൻ എത്രയും എളുപ്പത്തിൽ ഈ സഹായങ്ങൾ എത്തിക്കുക എന്നതാണ്. അതിലേക്ക് എത്ര കണ്ട് കടക്കാൻ സാധിക്കും എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഒരുപക്ഷെ അറബ് രാജ്യങ്ങളുടെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി കുറെ കൂടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടെങ്കിലും ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ധന്യ. ശരി, താങ്ക് യു. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ബഹ്റൈൻ. ഗസയുടെ ഭരണത്തിനായി താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ രൂപവൽക്കരിച്ചതിനെയും ബഹ്റൈൻ പിന്തുണച്ചു. ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബോർഡ് ഓഫ് പീസ് സമിതിയിലേക്ക് ബഹ്റൈനും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. സൗദിയും ജോർദാനുമായി മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഒമാൻ. ഇരു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഫോണിൽ സംസാരിച്ചു. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനും ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫദിയും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൈമാറി. പ്രദേശത്തെ സമകാലിക പ്രശ്നങ്ങളും വെല്ലുവിളികളും ചർച്ചയായി. സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിന് എന്ത് ചെയ്യാനാകുമെന്നും മന്ത്രിമാർ വിലയിരുത്തി. ലിയോണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിലും കേരളത്തിലെത്തില്ല. മാർച്ച് വിൻഡോയിലെ അർജന്റീനയുടെ 2 കളിയും ഖത്തറിൽ നടക്കും. 27 ഫൈനലിലും സ്പെയിനെയും 31 ഖത്തറിനെയും അർജന്റീന നേരിടും. സെമി
മാർച്ചിൽ കേരളത്തിൽ വരുമെന്നും മെസ്സി മാർച്ചിൽ കേരളത്തിൽ വരുമെന്നും ടീമിന്റെ മെയിൽ വന്നെന്നും കായിക മന്ത്രി അബ്ദുറഹ്മാൻ നേരത്തെ അറിയിച്ചിരുന്നു. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനിയൻ ടീമിന്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്ന് അടുത്ത ദിവസം തന്നെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്ന് അവർ അറിയിച്ചു. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, മെസ്സി മാർച്ചിലും എത്തില്ല എന്നാണ് അറിയുന്നത്. 2 കളിയും ഖത്തറിലായിരിക്കും എന്നും മനസ്സിലാക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഖത്തറിലെ കളികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? മലയാളികൾ കേരളത്തിലേക്ക് പ്രതീക്ഷിക്കേണ്ട അല്ലേ? കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായി കേൾക്കുന്നതാണ് മെസ്സി വരും, മെസ്സി വരില്ല, മെസ്സി വരും, മെസ്സി വരില്ല എന്നുള്ളത്. ഏതായാലും ഈ ഒരു അടുത്ത മാർച്ചിലെ അന്താരാഷ്ട്ര വിൻഡോയിൽ, ഫിഫയുടെ അന്താരാഷ്ട്ര വിൻഡോയിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഏകദേശമല്ല, അത് ഉറപ്പ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി, ഫുട്ബോളിൻ്റെ പ്രാദേശിക സംഘാടന സമിതി പുറത്തിറക്കിയ ഷെഡ്യൂൾ പ്രകാരം അർജന്റീനയുടെ മത്സരങ്ങൾ മുഴുവൻ നടക്കുന്നത് ഖത്തറിലാണ്. നമുക്കറിയാം, ഫൈനലിസം എന്ന് പറയുന്ന പോരാട്ടം യൂറോപ്യൻ ചാമ്പ്യന്മാരും അതുപോലെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടം സ്പെയിനും അർജന്റീനയും തമ്മിലാണ്. മാർച്ച് 27 ഐക്കോണിക് സ്റ്റേഡിയമായ ലുസേലിൽ വെച്ചാണ് ഈ ഓൾറെഡി ടിക്കറ്റുകൾ ലഭ്യമായി. ഈ ഫെബ്രുവരി അവസാനത്തോടു കൂടിയ ടിക്കറ്റുകളുടെ വിൽപ്പന ആരംഭിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തോടനുബന്ധിച്ച് ഫുട്ബോളിൻ്റെ ഒരു ആഘോഷം തന്നെ, ഒരു ഫെസ്റ്റിവൽ തന്നെ ഖത്തറിൽ സംഘടിപ്പിക്കാനാണ് ഇവിടുത്തെ പ്രാദേശിക സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം മാർച്ച് 26 സൗദിയും ഈജിപ്തും തമ്മിൽ ആദ്യത്തെ മത്സരം നടക്കും. അതുപോലെ ഖത്തറും സെർബിയയും തമ്മിലുള്ള മത്സരം അതേ ദിവസം തന്നെ നടക്കും. പിന്നീട് ഫൈനലിസിമ പോരാട്ടമാണ് നമ്മൾ കാത്തിരിക്കുന്ന അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള പോരാട്ടം. തൊട്ടു പിന്നാലെ ഈജിപ്തും സ്പെയിനും തമ്മിലുള്ള പോരാട്ടം മാർച്ച് 30 സെർബിയയും സൗദിയും തമ്മിലുള്ള പോരാട്ടം അതേ ദിവസം തന്നെ വേറൊരു സ്റ്റേഡിയത്തിൽ, ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. ലുസൈൽ സ്റ്റേഡിയത്തിൽ മാർച്ച് 31 അർജന്റീനയും ഖത്തറും തമ്മിലുള്ള പോരാട്ടമുണ്ട്. അതോടുകൂടെ ഈ മാർച്ച് മാസത്തിൽ മുഴുവൻ മത്സരങ്ങളും ഷെഡ്യൂൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഖത്തറുമായിട്ടാണ് അവസാനത്തെ മത്സരം. ഈ ഫിഫ വിൻഡോയുടെ മാർച്ച് മാസത്തിൽ വിൻഡോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നമുക്കറിയാം, അടുത്ത ലോകകപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ്. അതിനുശേഷം ഈ ഒരു സമയത്ത് അർജന്റീനയെ പോലെയുള്ള ലോകകപ്പിൻ്റെ ഫിഫ റാങ്കിങ്ങിൽ 2ാമത് നിൽക്കുന്നൊരു ടീം കേരളത്തിൽ മത്സരിക്കുക എന്നുള്ളത് സാധ്യമാണെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നവംബറിൽ മെസ്സി വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നില്ല. മാർച്ചിൽ മെസ്സി വരുമെന്ന് കായിക മന്ത്രി മാർച്ച് 4 ഉറപ്പ് പറഞ്ഞിരുന്നു. ഈ സാധ്യത കൂടി ഈ പുതിയ പ്രഖ്യാപനത്തോടുകൂടെ ഖത്തറിലെ ഫുട്ബോൾ ഫിക്ചർ വന്നതോടുകൂടി ആ സാധ്യത കൂടി അടഞ്ഞിരിക്കുകയാണ്. ഏതായാലും മെസ്സി അടുത്ത കാലത്തൊന്നും ഇനി കേരളത്തിലേക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? അല്ല, ഖത്തറിലെ മലയാളികൾ വലിയ സന്തോഷത്തിലായിരിക്കും. ഖത്തർ ദോഹ മലയാളികളൊക്കെ, അബ്ബാസ് ഉൾപ്പെടെ വലിയ ഹാപ്പിയാണെന്ന് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും ലയണൽ മെസ്സിയെ പോലെയുള്ള ഒരു സ്റ്റാർ പ്ലെയറെ, ഗോട്ട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരത്തെ, ഈ ഐക്കോണിക് താരത്തെ കാണുക എന്നത് ഖത്തറിലെ ആരാധകരെ സംബന്ധിച്ചോളം അത് പുതുമയുള്ള കാര്യമല്ല. 2022 ലോകകപ്പിൽ അവർ നേരിട്ട് കണ്ടതാണ്. ഏതായാലും മെസ്സി ഒരിക്കൽ കൂടി ഈ നാട്ടിലേക്ക് വരുന്നു. ഖത്തർ നമുക്കറിയാം, ഫിഫ അറബ് കപ്പ്, അതുപോലെ അണ്ടർ-17 വേൾഡ് കപ്പ്, ഇന്റർ കോണ്ടിനൽ കപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയായി നിൽക്കുകയാണ്. തൊട്ടുടനെയാണ് ഇങ്ങനെയൊരു ഫുട്ബോളിൻ്റെ ആഘോഷം കൂടി വരുന്നത്. മെസ്സിയെ നേരിട്ട് കണ്ടവരാണ് ഇവിടുത്തെ ഫുട്ബോൾ ആരാധകരിൽ മിക്കവരും. ഏതായാലും മെസ്സി വരുന്നു. അതേപോലെ തന്നെ ഈ ലോക ഫുട്ബോളിലെ സെൻസേഷനായ ലാമിൻ യമാൽ വരുന്നു. തൊട്ടപ്പുറത്ത് ഈജിപ്തിൻ്റെ മുഹമ്മദ് സലാ വരുന്നു. ഇങ്ങനെ ഒരു ഫുട്ബോളിൻ്റെ മറ്റൊരു ആഘോഷം കൂടി ഇവിടെ വരികയാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഫൈനലിസിമ പോരാട്ടം തന്നെയാണ്. നമുക്കറിയാവുന്ന ഒരു 38-കാരനായ മെസ്സിയും 18-കാരനായ ലാമിൻ യമാലും തമ്മിലുള്ള ആദ്യത്തെ പോരാട്ടം എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ലോക
ഫുട്ബോളിൻ്റെ ബാറ്റൺ അടുത്ത തലമുറയിലെ സ്റ്റാർ ആയിട്ടുള്ള യാമിൻ അമാലിലേക്ക് കൈമാറുന്ന ഒരു സവിശേഷത, ഒരു പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഫൈനലിസിമ പോരാട്ടത്തിലേക്ക് ആരാധകർ കണ്ണു നട്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നടക്കമുള്ള ആരാധകർ ഇതിനു വേണ്ടി ടിക്കറ്റ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 25-ന് ഖത്തറിൽ ഇതിൻ്റെ ടിക്കറ്റ് ലഭ്യമാകും. ഏതായാലും ഈ ഒരു ഫുട്ബോളിൻ്റെ മാമാങ്കത്തിലേക്കുള്ള മഹോത്സവത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഖത്തറുള്ളത്. അതോടുകൂടെ തന്നെ ലയണൽ മെസ്സി കേരളത്തിലേക്ക് ഫിഫയുടെ ഈ മാർച്ച് വിൻഡോയിൽ വരില്ല എന്നുള്ള ഒരു ദുഃഖസത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശരി അബ്ബാസ്, എന്തായാലും മലയാളികൾ ഖത്തറിൽ പോയി കാണൂ എന്നാണോ കായിക മന്ത്രി ഉദ്ദേശിച്ചത് എന്ന് അറിയില്ല. എന്തായാലും അവിടെയുള്ള മലയാളികൾക്കെങ്കിലും മെസ്സിയുടെ കളി കാണാൻ സാധിക്കും മാർച്ചിലെന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു അബ്ബാസ്. സൈബർ സുരക്ഷയിൽ ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് GCC സൈബർ സുരക്ഷാ വർക്കിംഗ് ഗ്രൂപ്പ് ആഹ്വാനം ചെയ്തു. കുവൈത്തിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ 21ാമത് യോഗത്തിൽ കുവൈറ്റ് സൈബർ ഓപ്പറേഷൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുതൈബ അൽ മുസൈൻ അധ്യക്ഷത വഹിച്ചു. സൈബർ ഭീഷണികളിൽ നിന്ന് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. സൗദിയിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ പരിശോധന ശക്തമാക്കി മാനവവിഭവശേഷി മന്ത്രാലയം. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ നിരവധി ഓഫീസുകൾ അടച്ചുപൂട്ടി. ഗാർഹിക റിക്രൂട്ട്മെന്റുകൾക്ക് മുസാനിദ് പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താൻ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ നടത്തിയ പരിശോധനകളിലാണ് നടപടി. നിയമലംഘനം കണ്ടെത്തിയ 17 ഓഫീസുകൾ പിടിച്ചെടുക്കുകയും 11 ഓഫീസുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും 6 ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെപ്പിക്കുകയും ചെയ്തതായി മാനവ വിഭവശേഷി മന്ത്രാലയം വെളിപ്പെടുത്തി. മന്ത്രാലയ നിർദ്ദേശങ്ങളുടെ ചട്ടലംഘനം, ഗുണഭോക്താക്കൾക്ക് തിരിച്ചടവ് നൽകുന്നതിലെ വീഴ്ച, പരാതികൾ പരിഹരിക്കാതിരിക്കൽ, നിശ്ചിത കാലയളവിനുള്ളിൽ ലംഘനങ്ങൾ പരിഹരിക്കാതിരിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളിലാണ് നടപടി. റിക്രൂട്ടിംഗ് സേവനങ്ങൾക്ക് മുസാനദ് പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താൻ മന്ത്രാലയം ഗുണഭോക്താക്കളോട് ആവശ്യപ്പെട്ടു. അവകാശ സംരക്ഷണം, നിയമാനുസൃത തൊഴിൽ വിപണി, സേവനങ്ങളുടെ കാര്യക്ഷമത, കരാർ ദുരുപയോഗിക്കുന്നത് തടയൽ എന്നിവ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധനയും നടപടിയുമെന്ന് മന്ത്രാലയ അധികൃതർ വിശദീകരിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ റിയൽ എസ്റ്റേറ്റ് വിലകളിൽ ഇടിവ് രേഖപ്പെടുത്തി. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റേതാണ് കണക്ക്. ഹായിൽ, മദീന, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ് വില രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം അവസാന പാദത്തിലെ കണക്കുകളാണ് പുറത്തുവന്നത്. സൗദിയിൽ റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ കെട്ടിട വാടക ഭൂമിയുടെ വിലകൾ എന്നിവയിലാണ് കുറവ് രേഖപ്പെടുത്തിയത്. 0.7%-ന്റേതാണ് ഇടിവ്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റേതാണ് കണക്ക്. ഏറ്റവും കുറവ് വില രേഖപ്പെടുത്തിയത് ഹായിൽ, മദീന, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ്. റെസിഡൻഷ്യൽ മേഖലയുടെ വിലയിലെ അപ്രതീക്ഷിത ഇടിവാണ് മാറ്റത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. വാണിജ്യ മേഖലയിൽ നേരിയ ഇടിവ് തുടരുന്നുണ്ടെങ്കിലും വാർഷികമായി 3.6% വളർച്ച നിലനിർത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ വാർഷിക വളർച്ചാ നിരക്ക് 4.3% തുടരുന്നുണ്ടെങ്കിലും മൂന്നാം പാദത്തെ അപേക്ഷിച്ച് കുറഞ്ഞതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മീഡിയ 1, റിയാദ്. അഭിഭാഷകർക്കായി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി ദുബായ് പോലീസ്. കേസുമായി ബന്ധപ്പെട്ട കടലാസ് ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് പുതിയ സംവിധാനം. ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിലാണ് അഭിഭാഷകർക്കായി പ്രത്യേക പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതുവഴി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാതെ 24 മണിക്കൂറും അഭിഭാഷകർക്ക് ഇടപെടാം. UAE പാസ് ഉപയോഗിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്യാം. 7 പ്രത്യേക ഡിജിറ്റൽ നിയമസേവനങ്ങളാണ് പ്ലാറ്റ്ഫോമിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അപേക്ഷകൾ സമർപ്പിക്കാനും രേഖകൾ അപ്ലോഡ് ചെയ്യാനും തുടർ നടപടി സ്വീകരിക്കാനും ഇതിലൂടെ സാധിക്കും. കേസുകൾ, കൺസൾട്ടന്റുകൾ, ക്ലയന്റുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത ഓരോ അഭിഭാഷകനും വ്യക്തിഗത ഡിജിറ്റൽ ഡാഷ്ബോർഡ് നൽകും. ഇതുവഴി എളുപ്പത്തിൽ ഓരോ കേസിന്റെയും വിവരങ്ങൾ അറിയാനാകും. ക്ലയന്റുകൾക്ക് വേണ്ടി ക്രിമിനൽ പരാതികൾ സമർപ്പിക്കാം. തടവുകാരുമായി വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷിക്കാം. യാത്രാവിലക്കുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്താം. നേരിട്ട് പണമിടപാടുകൾ നടത്തി കേസുകൾ അവസാനിപ്പിക്കാനും പ്ലാറ്റ്ഫോം വഴി സാധിക്കുമെന്ന് ദുബായ് പോലീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ 1, ദുബായ്. കുവൈത്തിലെ സഹകരണ സംഘങ്ങളിലെ പർച്ചേസ് നടപടികൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആക്കുന്ന സംവിധാനം സാമൂഹ്യകാര്യ മന്ത്രാലയം വിജയകരമായി നടപ്പിലാക്കിയതായി അധികൃതർ അറിയിച്ചു. പാഴ്ചെലവും ക്രമക്കേടുകളും നിയന്ത്രിച്ച് സബ്സിഡി സാധനങ്ങൾ കൂടുതൽ സുതാര്യമായി വിതരണം ചെയ്യാനാകുമെന്നാണ് വിലയിരുത്തൽ. എല്ലാ സഹകരണ സംഘങ്ങളുമായുമുള്ള സാമ്പത്തിക മരണപര ലിങ്കേജ് പൂർത്തിയായതോടെ കൃത്രിമം തടയാൻ സാധിച്ചുവെന്ന്
ആക്ടിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സയ്യിദ് ഇസ പറഞ്ഞു. വിതരണക്കാരുടെ വിവരങ്ങൾ, വില, ഡെലിവറി സമയം, മിനിമം ഓർഡർ അളവ് തുടങ്ങിയവ ഉൾപ്പെടുത്തി കേന്ദ്ര ഡാറ്റാബേസ് ഒരുക്കുന്നതും പ്രധാന നേട്ടമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നിയമവിരുദ്ധമായി സബ്സിഡി ഡീസൽ വിൽപ്പന നടത്തിയ മറൈൻ കപ്പൽ കുവൈറ്റ് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു. 18 പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണ ഡ്രോണുകൾ നടത്തിയ പരിശോധനയിലാണ് കപ്പൽ പിടിച്ചെടുത്തത്. കപ്പലിന്റെ ക്യാപ്റ്റനും ജീവനക്കാരും കുവൈത്തിന്റെ സമുദ്രാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ മറ്റ് പല കപ്പലുകൾക്കും ഡീസൽ വിറ്റതായി അന്വേഷണത്തിൽ കണ്ടെത്തി. സബ്സിഡി ഡീസൽ വിറ്റതും ബാങ്ക് ട്രാൻസ്ഫർ വഴി പണം കൈപ്പറ്റിയതും ക്യാപ്റ്റനും ക്രൂവും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ആരോഗ്യചട്ടങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് 4 സ്വകാര്യ ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കി. മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നും പ്രൊഫഷണൽ അച്ചടക്കം ശക്തമാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് പുതിയ മത്സ്യ ഇറക്കുമതി ചാനലുകൾ തുറക്കാനുള്ള പദ്ധതി കുവൈത്ത് മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അബ്ദുള്ള അൽ സർഹീദ് പ്രഖ്യാപിച്ചു. പ്രാദേശിക വിപണിയിൽ മത്സ്യലഭ്യത ഉറപ്പാക്കാനും വില കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഇറക്കുമതി ചെയ്യുന്ന മത്സ്യം യൂണിയന്റെ പ്രദർശന കേന്ദ്രങ്ങൾ വഴി നേരിട്ട് വിൽക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തെ സമീപിച്ചതായും യൂണിയൻ അറിയിച്ചു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയ്ക്ക് പുറമെ ഇന്ത്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറക്കുമതി ചാനലുകൾ തുറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. കണ്ണൂർ സാംസ്കാരിക വേദി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ പ്രവാസി വോട്ട് രജിസ്ട്രേഷനായി ഹെൽപ്പ് ഡെസ്ക് ഒരുക്കി. പുതിയ രജിസ്ട്രേഷൻ, വിലാസമാറ്റം, തിരുത്തലുകൾ എന്നിവയ്ക്കായി നിരവധി പ്രവാസികൾ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയതായി സംഘാടകർ പറഞ്ഞു. സൗദി അസീറിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവും കർണാടക സ്വദേശിയും മരിച്ചു. കാസർഗോഡ് വലിയ പറമ്പ സ്വദേശി റിയാസ്, ഉടുപ്പി കുന്താപുരം സ്വദേശി അമ്മാർ അഹമ്മദ് എന്നിവരാണ് മരിച്ചത്. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ സൗദി പൗരന്റെ കാറുമായി ഇടിച്ചാണ് അപകടം. കൂടെയുണ്ടായിരുന്ന 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അബഹയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ജീസാൻ റൂട്ടിലെ ദർബിന് സമീപം മർദ എന്ന സ്ഥലത്തായിരുന്നു അപകടം. കാസർഗോഡ് വലിയ പറമ്പ സ്വദേശി റിയാസും ഉടുപ്പി സ്വദേശി അമ്മാർ അഹമ്മദുമാണ് മരിച്ചത്. കാസർഗോഡ് വലിയ പറമ്പ LP സ്കൂളിന് സമീപം താമസിക്കുന്ന മുബാറക്ക്, റംലത്ത് ദമ്പതികളുടെ മകനാണ് മരിച്ച റിയാസ്. ഇവർ സഞ്ചരിച്ചിരുന്ന ടയോട്ട യാരിസ് കാർ സൗദി പൗരൻ ഓടിച്ചിരുന്ന വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സെൻട്രൽ പോയിന്റ് ജീസാൻ ബ്രാഞ്ചിലെ ജീവനക്കാരായിരുന്നു ഇവർ. അബഹയിലെ റീജിയണൽ ഓഫീസിൽ സ്റ്റാഫ് മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ഇവരുടെ കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചു. റിയാസും അമ്മാറും സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു. കാറിലുണ്ടായിരുന്ന സഹയാത്രികരായ മംഗലാപുരം സ്വദേശി തമീം, നേപ്പാൾ സ്വദേശി ബിഷാൽ എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ ദർബ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മീഡിയ 1 അബഹ. സ്പെയിനിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായ ട്രെയിൻ അപകടത്തിൽ അനുശോചനം അറിയിച്ചു കുവൈറ്റ്. സ്പെയിനും ഇരകളുടെ കുടുംബങ്ങൾക്കും കുവൈത്തിന്റെ ആത്മാർത്ഥമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ബഹ്റൈനിൽ നിയമവിരുദ്ധ താമസക്കാരെയും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെയും കണ്ടെത്താനായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി പരിശോധന ശക്തമാക്കി. ഈ മാസം 11 മുതൽ 17 വരെയുള്ള കാലയളവിൽ രാജ്യവ്യാപകമായി 850 പരിശോധനകളാണ് അധികൃതർ നടത്തിയത്. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 150 പേരെ നാടുകടത്തുകയും 11 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അജ്മാനിൽ റാഷിദിയ 2-ലെ റാഷിദ് ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റ് 3 മാസത്തേക്ക് അടയ്ക്കുന്നു. റോഡ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇന്നു മുതൽ മേഖല അടയ്ക്കുന്നതെന്ന് അജ്മാൻ പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ ബദൽ റോഡുകളിലൂടെ കടന്നു പോകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഒമാനിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ജബൽ ഷംസിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സുൽത്താനേറ്റിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. കനത്ത തണുപ്പാണ് ഒമാനിലെ ഉയർന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സുൽത്താനേറ്റിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ജബൽ ഷംസിലാണ്. ഇവിടുത്തെ താപനില -ഡിഗ്രിയിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റു പല പ്രദേശങ്ങളിലും താഴ്ന്ന താപനില തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സൈക്കിൽ 4.8 ഡിഗ്രിയും യാങ്കുലിൽ 9.5 ഡിഗ്രിയും ഹൈമയിൽ 11 ഡിഗ്രിയുമായിരുന്നു താപനില. ഒമാനിലെ അന്തരീക്ഷത്തിൽ വൻ മാറ്റമുണ്ടാകുമെന്നും
വിവിധയിടങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. ഇത് താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും ചെയ്യും. ഇന്ന് രാത്രി മുതലാണ് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ കാലാവസ്ഥ കുറച്ചധികം ദിവസത്തേക്ക് നിലനിൽക്കുമെന്നും ഒമാന്റെ മിക്ക ഗവർണറുകളെയും ബാധിക്കുമെന്നും പ്രവചനമുണ്ട്. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലുമാണ് പൊടിക്കാറ്റിന് സാധ്യതയുള്ളത്. ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കുമെന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. ചത്ത പച്ച സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്ന മോഹൻലാലിന്റെ സുഹൃത്ത് ആരാണെന്ന് അറിയില്ലെന്ന് സംവിധായകൻ അദ്വൈത് നായർ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്യുമ്പോൾ മോഹൻലാൽ അങ്ങനെ പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്നും അദ്വൈത് ദുബൈയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് അദ്ദേഹം ആക്ച്വലി ആരെ പറ്റി പറഞ്ഞത് എനിക്കും പുള്ളി മനസ്സിലായില്ല. ആരെയോ പറ്റി ഞാൻ മനസ്സിലായില്ല. അത് ഞാനും ഐ ഹോപ്പ് ടു ബി സർപ്രൈസ്ഡ്. മോഹൻലാലിന്റെ അനന്തരവനാണ് ചത്താപ്പച്ചയുടെ സംവിധായകൻ അദ്വൈത് നായർ. മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസിന്റെ സഹസംവിധായകനായിരുന്നു. നിരവധി യുവതാരങ്ങൾ അണിനിരക്കുന്ന ചത്താപ്പച്ചയിൽ എന്തുകൊണ്ട് പ്രണവ് മോഹൻലാലിനെ ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. അറിയാലോ എന്ത് ഡിഫിക്കൽട്ടാണ് കിട്ടാന്ന്. ഞാൻ മാക്സിമം കണ്ട ഒരു ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ ഇയർ ആണ്. ബട്ട് he is not the story from the beginning. അപ്പുചേട്ടന് support also I've had. അപ്പുചേട്ടന്റെ ഓണം സെലിബ്രേഷൻ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ കൊച്ചിയിലേക്ക് വരുമ്പോൾ കാണുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്റെ ഒരു റെസ്ലിംഗ് സ്റ്റോറി എന്തായി, അത് ഐ യൂസ് ടു വർക്ക് ചെയ്യാമെന്നൊക്കെ ചോദിക്കാം. UAE-യുമായും ചത്താപ്പച്ചയ്ക്ക് ബന്ധങ്ങളുണ്ട്. ഇമറാത്തി ഇൻഫ്ലുവൻസർ ഖാലിദ് അമീരി സിനിമയിൽ വേഷമിടുന്നു. നിർമ്മാതാവ് ഹിഷാൻ ഷൗക്കത്തും പ്രധാന വേഷമിടുന്ന നടൻ ഇഷാൻ ഷൗക്കത്തും ദുബൈയിലെ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർ ലെൻസ്മാൻ ഷൗക്കത്തിന്റെ മക്കളാണ്. നടൻ വിശാഖ് നായർ ഷാർജയിൽ പഠിച്ചു വളർന്നയാളാണ്. ഇഷാൻ എന്ന് നേരത്തെ പറഞ്ഞു, ഈ പടത്തിൽ കുറെ ദുബായ് ഇൻഫ്ലുവൻസസ് ഉണ്ട്. വിശാഖ് used to live in Dubai. അദ്വൈതിന്റെ ഫാമിലി, ആക്ച്വലി അദ്വൈതിന്റെ ഫാദർ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്വൈതിന്റെ പേരൻസ് ദുബായ് ബേസ്ഡ് ആണ്. ഇഷാനും ഞാനും ദുബായ് ബേസ്ഡ് ആണ്. പിന്നെ ഇവരൊക്കെ ദുബായിലൊക്കെ വരാറുണ്ട്. ഹ്യൂജ് ദുബായ് ഇൻഫ്ലുവൻസ് ഇൻ ദിസ് ഫിലിം. പക്ഷേ പറഞ്ഞ പോലെ ഹാർഡ് ഓഫ് ഇറ്റ് ഒരു മട്ടൻ ചെയ്ത് പടം തന്നെയാണ്. സിനിമയിലെ ഗുസ്തി ചിത്രീകരണത്തിനിടെയുണ്ടായ പരിക്കുകളെ പരിശീലനം കൊണ്ടും സൗഹൃദം കൊണ്ടുമാണ് മറികടന്നതെന്ന് നടൻ അർജുൻ അശോകൻ പറഞ്ഞു. ഇഞ്ചുറീസ് പറ്റും. ഇപ്പൊ നമ്മള് നോർമൽ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇഞ്ചുറീസ് പറ്റും. ഇത് കുറച്ചും കൂടി കെയർ ചെയ്തിട്ട് പരിപാടി കുറച്ച് സ്റ്റൈലൈസ്ഡ് ആണ്. അപ്പൊ അത് ആ സ്റ്റൈൽ പഠിക്കാനും പിന്നെ നമ്മൾ ഇഞ്ചുറീസ് ഇല്ലാണ്ട് എങ്ങനെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ മാക്സിമം മൊബിലിറ്റി ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ ബോഡി അതിലേക്ക് ഫിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ 3 മാസം മുമ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അതും ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ആരും ഒരു തരത്തിലുള്ള സിനിമ മാത്രം ചെയ്യണമെന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ നമ്മളൊരു പരിപാടി ചെയ്ത് അത് കുറച്ച് ആൾക്കാർ കണ്ടൊന്ന് പോപ്പുലർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തന്നെ ആയിരിക്കും പതുക്കെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക, ഏകദേശം ആ ഒരു സ്പേസ്. അപ്പൊ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ചത്താപ്പച്ച. ചത്താപ്പച്ച ഈ മാസം 22-ന് ഗൾഫിലെ തിയേറ്ററുകളിലെത്തും. മീഡിയ 1 ദുബായ്. കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുകയാണ് ഒമാന്റെ തലസ്ഥാനോത്സവമായ മസ്കറ്റ് നൈറ്റ്സ്. മസ്കറ്റ് നൈറ്റ്സ് വേദിയായ ഖുറം പാർക്കിൽ എത്തുന്നവരുടെ പ്രിയപ്പെട്ട ഇടമാവുകയാണ് ഗ്ലോബൽ വില്ലേജ്. വിവിധ രാജ്യങ്ങളിലെ ഭക്ഷണം, വസ്ത്രം, കലാപ്രകടനങ്ങൾ എന്നിവയുള്ള പവലിയനുകളാണ് സന്ദർശകരുടെ മനം കവരുന്നത്. വിവിധ രാജ്യങ്ങളുടെ ഭക്ഷണവും സംസ്കാരവും കലയും ഒരിടത്തുള്ള കലാപ്രകടനങ്ങളും കാണും. ഓരോ രാജ്യത്തിന്റെയും തനതായ ഭക്ഷണവും വസ്ത്രവും ആഭരണങ്ങളും കാണുവാനും വാങ്ങുവാനുമുള്ള സൗകര്യമുണ്ട്. ഓരോ പവലിയനുകൾക്ക് മുന്നിലും അതത് രാജ്യത്തിന്റെ പേരെഴുതി ഒരേ മാതൃകയിൽ വൃത്താകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന വില്ലേജിന്റെ ഘടന തന്നെയാണ് മനോഹരം. ഗ്ലോബൽ വില്ലേജ് അടക്കം വിവിധങ്ങളായ പരിപാടികൾ ഒരുക്കിയ ഖുറം പാർക്കിൽ തന്നെയാണ് മസ്കറ്റ് നൈറ്റ്സ് വേദികളിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്നത്. വീക്കെൻഡിൽ പാർക്കിലേക്ക് ജനപ്രവാഹമാണ്. സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ സന്ദർശകർ പാർക്കിലേക്ക് എത്തുന്നുണ്ട്.
അപ്പോൾ ഈ വർഷം നമ്മൾ സീബിൽ, അൽക്കോദിൽ, അമറാത്തിൽ, ഓഫ് കോഴ്സ് കൊറം, ഔട്ട്സ്റ്റാൻഡിങ് കൊറമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് ആൾക്കാർ, അതേപോലെ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെക്കേഷൻ ഒരു 4-5 ഡേയ്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് ദുബൈയിലൊക്കെ പോകുന്ന സമയത്ത് എക്കണോമി ആയിട്ട് അവരുടെ ഫാമിലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്പോട്ടായിട്ട് നമുക്ക് ഈ വർഷത്തെ മസ്കറ്റ് നൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അതിലേറെ കഴിഞ്ഞ വർഷം ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഈ വർഷത്തെ മസ്കറ്റ് നൈറ്റ് നമുക്ക് കാണാനുണ്ട്. മസ്കറ്റ് നൈറ്റ്സ് പ്രവാസികളും സ്വദേശികളും ടൂറിസ്റ്റുകളും ഒരുപോലെ ആഘോഷമാക്കുകയാണ്. മസ്കത്തിന്റെ ശീതകാല ഉത്സവം ജനുവരി 31 വരെയാണ് തുടരുക. മീഡിയ 1 മസ്കത്ത്. ലിബിയയിലെ മിസ്രാത്ത ഫ്രീ സോണിലെ തുറമുഖ വികസനത്തിൽ മലയാളി കമ്പനിയുടെ കയ്യൊപ്പ്. നാദാപുരത്തുകാരനായ എം അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള മഹാ ക്യാപിറ്റൽ പാർട്ട്നേഴ്സാണ് പദ്ധതിയിൽ പങ്കാളിയാകുന്നത്. ലിബിയ, ഖത്തർ പ്രധാനമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ഖത്തർ, ലിബിയ, ഇറ്റലി രാജ്യങ്ങളാണ് മിസ്രാത്ത തുറമുഖം ആധുനികവൽക്കരിക്കുന്നതിനായി കൈകോർക്കുന്നത്. ഫ്രീ സോണിൽ നടന്ന കരാർ ഒപ്പുവെക്കൽ ചടങ്ങിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽഥാനിക്ക് പുറമെ ലിബിയൻ പ്രധാനമന്ത്രി അബ്ദുൽ ഹമീദ് മുഹമ്മദ് ദബീബ, ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രി അന്റോണിയോ തജാനി എന്നിവർ പങ്കെടുത്തു. $2.7 ബില്യൺ കരാർ. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആഗോള കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റർ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡുമായാണ് ദോഹയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്ററായ മഹാ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് പദ്ധതിയിൽ സഹകരിക്കുന്നത്. വികസനം പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം 40 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയിലേക്ക് മിസ്രാത്ത തുറമുഖം ഉയരും. നേരിട്ടുമല്ലാതെയും 70,000-ഓളം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. തലസ്ഥാനമായ ട്രിപ്പോളിയിൽ നിന്ന് 200 കിലോമീറ്റർ കിഴക്കാണ് മിസ്രാത്ത തുറമുഖം. ലിബിയയുടെ പ്രധാനപ്പെട്ട മാരിടൈം ഗേറ്റ്വേ കൂടിയാണിത്. ഖത്തറും ലിബിയയും തമ്മിൽ വളർന്നുവരുന്ന ശക്തമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണ് കരാറെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പുതിയ നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്താൻ ഖത്തർ എല്ലായ്പ്പോഴും സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. സൗദിയിലെ മദീനയിൽ മസ്ജിദ് ഉന്നബവിക്ക് സമീപം CBSE സ്കൂൾ ആരംഭിക്കുന്നു. അടുത്ത അധ്യയന വർഷത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുക. സ്വകാര്യ സൗദി ഗ്രൂപ്പിന് കീഴിലാണ് സ്കൂൾ ആരംഭിക്കുന്നത്. ഇന്ത്യ സൗദി കരിക്കുലത്തിന് പുറമെ ഖുർആൻ മനപാഠം, ഇസ്ലാമിക പാഠങ്ങൾ എന്നിവയും പഠനത്തിന്റെ ഭാഗമാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയന്റെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് തിരശ്ശീല വീണത്. നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി. ഖത്തർ ഫൗണ്ടേഷനിലെ ഔസജ് ഓഡിറ്റോറിയത്തിലായിരുന്നു നെക്സ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം. നവസാങ്കേതിക വിദ്യയുടെ കാലത്തും മനുഷ്യവിഭവശേഷിയുടെ മൂല്യം ഒട്ടും കുറയുന്നില്ലെന്ന് നജീബ് കാന്തപുരം അഭിപ്രായപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാസമ്പന്നർക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ ഫോക്കസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. നിങ്ങൾ വളരെ വ്യത്യസ്തമായ സെഷനുകളിലൂടെ കടന്നുപോയി. ഫോക്കസിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാവി പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്ന ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മയാണിത്. AI കാലത്ത് വിദ്യാർത്ഥികൾ പഠന മികവിനൊപ്പം കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് തുടങ്ങിയ സോഫ്റ്റ് സ്കില്ലുകളിൽ കൂടി നൈപുണ്യം നേടണമെന്ന് ട്രെയിനർ മുഹമ്മദ് അജ്മൽസി പറഞ്ഞു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് സെഷനിൽ പങ്കെടുത്തത്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് നമ്മൾ പഠിക്കേണ്ട വിഷയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നല്ലൊരു കോളേജ്, നല്ലൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് സപ്പോർട്ട്. സമാപന സമ്മേളനത്തിൽ ഹാരിസ് PT അധ്യക്ഷത വഹിച്ചു. EP അബ്ദുറഹ്മാൻ, സിറാജ് ഇരിട്ടി, ഷബീർ വെള്ളാടത്ത്, അമീർ ഷാജി, സഫീറുസലാം തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. UAE മറവഞ്ചേരി മഹല്ല് കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. A അബ്ദുസലാമാണ് ചെയർമാൻ. P റാഫിയെ പ്രസിഡന്റായും AK ഷെരീഫിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. VP ഷെരീഫാണ് ട്രഷറർ. യോഗത്തിൽ 48 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങുന്ന KP ഉമ്മറിനെ ആദരിച്ചു.
അബുദാബിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ പ്രവാസികൾക്കായി നാട്ടിൽ നടപ്പാക്കുന്ന ഭവന പദ്ധതിയിലെ ആദ്യ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു. തിരുവനന്തപുരം പെരുമാതുറയിലാണ് ആദ്യ വീടിന് തറക്കല്ലിട്ടത്. പെരുമാതുറ മാടൻവിള സ്വദേശി മെഹബൂബ് ഷംസുദ്ദീനാണ് ആദ്യ ഗുണഭോക്താവ്. മാടൻവിള ജുമാ മസ്ജിദ് ഇമാം സവാദ് ബാഖഫി അൽഹാദി വീടിന് തറക്കല്ലിട്ടു. ഇന്ത്യൻ മീഡിയ പ്രസിഡന്റ് സമീർ കല്ലറ, സെക്രട്ടറി റാഷിദ് പൂമാടം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരൂർ പുറത്തൂരിലെ മുട്ടന്നൂർ മുസ്ലിം ജമാഅത്ത് UAE കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പുതിയ പ്രസിഡന്റായി അൻവർ പൂതേരിയും സെക്രട്ടറിയായി P മുഹമ്മദ് കാസിമും ചുമതലയേറ്റു. CK മുർഷിദാണ് ട്രഷറർ. ഷാഫി തായാട്ടിൽ, അമീൻ PP, ആഷിം CP, ഷിഹാബുദ്ദീൻ KV തുടങ്ങിയവരാണ് മറ്റ് ഭാരവാഹികൾ. ഒറ്റപ്പാലം പ്രവാസി കൂട്ടായ്മ ഷാർജയിൽ ഗ്രാൻഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. UAE മുൻ ജലമന്ത്രി മുഹമ്മദ് സയ്യിദ് അൽകിന്ദി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികളായ നിസാർ തളങ്കര, ശ്രീപ്രകാശ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MCA നാസർ, ഗായിക നിഷീദ തുടങ്ങിയവർ സംസാരിച്ചു. സജി ചെറിയാന്റെ വർഗീയ പ്രസംഗത്തിൽ CPM തിരുത്തൽ ആവശ്യപ്പെട്ടേക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രസംഗം തിരിച്ചടിയുണ്ടാക്കും എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സജി ചെറിയാന്റെ പരാമർശത്തെ ന്യായീകരിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നു. സജി ചെറിയാന്റെ അസുഖത്തിന് മതിയായ ചികിത്സ നൽകണമെന്ന് സംസ്ഥ മുഖപത്രം വിമർശിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവരുടെ ജാതി പറഞ്ഞ സജി ചെറിയാന്റെ വാക്കുകൾ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഇതിനെതിരെ പ്രതിഷേധമുയർന്നു വന്നിട്ടും ഇതുവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സജി ചെറിയാന്റെ പ്രസംഗം തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേതൃത്വം കരുതുന്നു. അതുകൊണ്ട് പ്രസംഗത്തിലെ വിവാദ ഭാഗം സജി ചെറിയാൻ തിരുത്തുകയോ പാർട്ടി നേതൃത്വം തള്ളിപ്പറയുകയോ ചെയ്യും. മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും നിലപാട് പാർട്ടി വ്യക്തമാക്കുക. ഇതുകൊണ്ടായിരിക്കാം തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യങ്ങളിൽ നിന്ന് MP ഗോവിന്ദൻ ഒഴിഞ്ഞു മാറിയത്. എല്ലാത്തിനും തുടക്കമിട്ടത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി CPM പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ഭൂരിപക്ഷ വർഗീയവാദത്തിന്റെ തുടർച്ചയാണ്. ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതാണ്. ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത പത്രസമ്മേളനത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ്. സജി ചെറിയാൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ ആളാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ്. സജി ചെറിയാനും പറഞ്ഞത് അത് തന്നെയാണ്. സജി ചെറിയാനെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയൊക്കെ തന്നെ നിരന്തരമായ എന്തെല്ലാം പോരാട്ടങ്ങളും എന്തെല്ലാം പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. സജി ചെറിയാന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ലെന്ന് നാഷണൽ ലീഗ് പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കണം. പിന്നീട് തിരുത്തേണ്ടി വരുന്ന പ്രസ്താവന നടത്തരുതെന്നും AP അബ്ദുൽ വഹാബ് പറഞ്ഞു. സജി ചെറിയാന്റെ അസുഖത്തിന് മതിയായ ചികിത്സ വേണമെന്ന് സമസ്ത മുഖപ്രസംഗത്തിൽ ലേഖനം വന്നു. മീഡിയ 1 തിരുവനന്തപുരം. വർഗീയ പരാമർശത്തിൽ സജി ചെറിയാനെ ന്യായീകരിച്ച് മന്ത്രി MP രാജേഷ്. AK ആന്റണിയും KM ഷാജിയും പറഞ്ഞതുപോലെ സജി ചെറിയാൻ പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ വർഗീയത പറയാറില്ല. പുതിയ കാലത്ത് വർത്തമാനം പറയുമ്പോൾ ജാഗ്രത വേണമായിരുന്നു. സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ സജി ചെറിയാനോട് ചോദിക്കണമെന്നും മന്ത്രി മീഡിയ 1 നയതന്ത്രത്തിൽ പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി സജി ചെറിയാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ സജി ചെറിയാനോട് ചോദിക്കണം. ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. AK ആന്റണി മുതൽ KM ഷാജി വരെയുള്ളവർ പറഞ്ഞ ഭാഷയിൽ സജി ചെറിയാൻ സംസാരിച്ചിട്ടില്ലാന്ന്. ആ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇന്നത്തെ കാലത്ത് സംസാരിക്കുമ്പോൾ അതെങ്ങനെയെല്ലാം ദുരുപയോഗിക്കപ്പെട്ടേക്കാം, ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടേക്കാം എന്ന കാര്യത്തിൽ അദ്ദേഹം ഇത്രത്തോളം വിചാരിച്ചിട്ടുണ്ടാവില്ല. മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിനെതിരെ പ്രമേയവുമായി സമസ്ത. സജി ചെറിയാൻ മാപ്പ് പറയണമെന്നും മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്നും സമസ്ത പൈതൃക സമ്മേളനത്തിൽ പ്രമേയം. പാണക്കാട് സമ്മേളനത്തിൽ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന ദുഷ്ശക്തികളുടെ ശബ്ദമായി മാറുന്ന സജി ചെറിയാൻ മതേതര പ്രദേശത്ത് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹത നഷ്ടപ്പെട്ട വ്യക്തിയാണെന്നും കേരളീയരെ അപമാനിച്ചിട്ടുള്ള തന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി ഇഡി. ശബരിമലയിലെ സംഭാവന, നെയ്വിതരണത്തിലെ ക്രമക്കേട് തുടങ്ങിയവയെക്കുറിച്ചുള്ള രേഖകൾ കണ്ടെത്തി. ഇഡിയുടെ റെയ്ഡ് 14 മണിക്കൂർ പിന്നിട്ടു. ഇഡി അന്വേഷണം സംശയാസ്പദമാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ശബരിമല ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിനെ കുറിച്ചാണ് ഇഡിയുടെ പരിശോധന. 3 സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിലായി രാവിലെ 7 മണി മുതൽ പരിശോധന തുടങ്ങി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഇഡിയുടെ സംഘം എത്തി. രേഖകൾ പരിശോധിച്ചു. ദേവസ്വം ബോർഡിന് ലഭിച്ചിരിക്കുന്ന സംഭാവനകളിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. നെയ്വിൽപ്പനയിൽ തട്ടിപ്പ് നടത്തിയതിന്റെ രേഖകളും പിടിച്ചെടുത്തു. പരിശോധന വരും ദിവസങ്ങളിൽ തുടരാനാണ് ഇഡിയുടെ തീരുമാനം. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും പരിശോധന നടത്തി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ ഗവർണറുടെ വീട്ടിലും സംഘം എത്തിയിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പക്ഷേ പരിശോധന നടത്തിയതുമില്ല. ഇഡിയുടെ അന്വേഷണത്തിനെതിരെ ദേവസ്വം വകുപ്പ് മന്ത്രി രംഗത്തെത്തി. SITയുടെ അന്വേഷണം തൃപ്തികരമായി പോകുന്നെന്ന് കോടതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ കൂടി ഇഡി വരുന്നതിന്റെ ഉദ്ദേശം പലർക്കും സംശയിച്ചിട്ടൂടെ കാണുന്നത്. അത് മാത്രമല്ല, ചിലയിടത്ത് വിവേചനാപരമായ സമീപനം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണ്ടേ. കള്ളപ്പണ ഇടപാട് വ്യക്തമായാൽ പ്രതികളുടെ വസ്തുവകൾ കണ്ടെത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കൾ അടക്കമുള്ളവരിലേക്ക് ഇഡിയുടെ അന്വേഷണം നീങ്ങുന്നതിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കൾ അടക്കമുള്ളവരിലേക്ക് ഇഡിയുടെ അന്വേഷണം നീങ്ങുന്നതെന്ന രാഷ്ട്രീയ പ്രാധാന്യവും കേസിനുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും നടത്തിയ ഗവർണർക്കെതിരെ അസാധാരണ നീക്കവുമായി കേരള നിയമസഭ. ഗവർണർ ഒഴിവാക്കിയ 3 ഖണ്ഡിക മുഖ്യമന്ത്രി നിയമസഭയിൽ വായിച്ചു. ഗവർണർ കൂട്ടിച്ചേർത്തത് നയപ്രഖ്യാപനത്തിന്റെ ഭാഗമല്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സർക്കാരിന്റെ നടപടികൾക്ക് പ്രതിപക്ഷവും പിന്തുണ നൽകി. തന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ടാണ് വായിക്കാതിരുന്നതെന്നാണ് ഗവർണറുടെ വിശദീകരണം. 1 മണിക്കൂർ 51 മിനിറ്റ് നയപ്രഖ്യാപന പ്രസംഗം വായിച്ച ഗവർണറെ യാത്രയച്ച് തിരിച്ചെത്തിയ ശേഷമാണ് അസാധാരണ നീക്കം മുഖ്യമന്ത്രി നടത്തിയത്. സീറ്റിലെത്തിയ മുഖ്യമന്ത്രി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് വായിച്ചു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 പ്രസംഗത്തിൽ നിന്ന് ഗവർണർ ഒഴിവാക്കിയെന്നും ചിലത് കൂട്ടിച്ചേർത്തുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കിയ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ചും അതുമൂലം കേരളം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുമാണ് ഖണ്ഡിക 12 പറഞ്ഞിരുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാത്തതും അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയതുമായിരുന്നു ഖണ്ഡിക 15 പറഞ്ഞിരുന്നത്. കേരളത്തിനുള്ള നികുതി വിഹിതം കുറച്ചതും ഇതുമൂലം സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയും കേന്ദ്ര സർക്കാരിന്റെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവുമെല്ലാം വ്യക്തമാക്കുന്നതായിരുന്നു ഖണ്ഡിക 16. ഇത് 3 ഗവർണർ വായിച്ചില്ല. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമാണ് നിയമസഭ അംഗീകരിക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. സർക്കാർ നടപടിക്ക് പ്രതിപക്ഷം പിന്തുണ നൽകി. ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർ അത് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല. സ്വന്തം കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. വിവാദങ്ങൾക്ക് പിന്നാലെ വിശദീകരണവുമായി ലോക്ഭവൻ രംഗത്ത് വന്നു. വിവാദം അനാവശ്യവും അടിസ്ഥാനരഹിതവുമാണ്. അർദ്ധസത്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. മാറ്റാമെന്ന് ആദ്യം സംബന്ധിച്ച സർക്കാർ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായില്ല. ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരായ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടുവെന്ന് സർക്കാർ പറയുന്നത് തെറ്റാണെന്നും ലോക്ഭവന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ 2ാം പിണറായി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സംസ്ഥാനം കുതിക്കുകയാണെന്ന് നയപ്രഖ്യാപനത്തിൽ അവകാശവാദം. സർക്കാരിന്റെ പരാജയം നയപ്രഖ്യാപനത്തിൽ വ്യക്തമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിൽ നിന്ന് കടുത്ത സാമ്പത്തിക വിരോധമാണ് സംസ്ഥാനം നേരിടുന്നതെന്നാണ് നയപ്രഖ്യാപനത്തിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ സംസ്ഥാനം മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു.
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും വികസിത രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കുമാണ് കേരളത്തിൽ ഉള്ളത്. സാമൂഹ്യ വികസന മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിയാണ് നയപ്രഖ്യാപനത്തിന്റെ തുടക്കം. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്ന മാറ്റത്തെ നയപ്രഖ്യാപനത്തിൽ വിമർശിക്കുന്നു. കേരളം നേരിടുന്ന സാമ്പത്തിക ഞെരുക്കവും അതിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്കും എടുത്തു പറയുന്ന നയപ്രഖ്യാപനം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തുന്നു. Mahatma National Rural Employment Program. The recent amendment to the said scheme, transforming it as VB-Gram G, is a setback for Kerala as the assistance of the union has come down from 100 to 60%. എന്നാൽ തെറ്റായ അവകാശവാദങ്ങളും അസത്യങ്ങളും നിറച്ച നയപ്രഖ്യാപനമെന്ന പ്രതിപക്ഷ വിമർശനം. തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തി നിറച്ച് ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെൻ്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു ഗവൺമെന്റിന്റെ പരാജയം വരികളിടയിലൂടെ മുഴച്ചു നിൽക്കുകയാണ്. നയപ്രഖ്യാപനം സർക്കാരിന്റെ പരിവേദനമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. കാണുന്ന ആർക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാവും മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. ഒന്നും വയ്യാതെ, ഒന്നും കഴിയാതായി, ഒന്നും പറ്റാതെയായി. അപ്പോൾ ഒരു പിച്ചിമ്പയും വരെ ഒരു പരിദേവനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ സഭയിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ആ ഒരു ഉത്സാഹക്കുറവ് ഇന്ന് വളരെ വളരെ പ്രകടമായി. ഭരണഘടനാ ശില്പി അംബേദ്കറെ ഓർമ്മിപ്പിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം. സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡിലാണ്. ഇന്ന് 3 തവണയാണ് വില വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,09,840 രൂപയാണ്. ഇന്ന് 4 തവണയാണ് സ്വർണ്ണവിലയിൽ വ്യതിയാനമുണ്ടായത്. ഒരു പവൻ സ്വർണത്തിന് ഇന്നു മാത്രം 3,160 രൂപ വർദ്ധിച്ചു. തുടർന്ന് 560 രൂപ കുറഞ്ഞു. ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിന് വില 1,09,840 രൂപയാണ്. ഇന്ന് രാവിലെ ഗ്രാമിന് 195 രൂപയും ഉച്ചയ്ക്ക് ശേഷം 200 രൂപയുമാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ഡിസംബർ 23-നാണ് ആദ്യമായി സ്വർണ്ണവില 1,00,000 രൂപ കടന്നത്. പിന്നീട് വിലയിൽ വ്യതിയാനങ്ങൾ ഉണ്ടായി. തുടർന്ന് ഇന്നാണ് സർവകാല റെക്കോർഡായ 1,10,400 രൂപയിൽ എത്തിയത്. അന്താരാഷ്ട്ര വില വ്യതിയാനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും സ്വാധീനം ചെലുത്തുന്നത്. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഉയരാനുള്ള പ്രധാന കാരണം. ഇനിയും സ്വർണവില ഉയരുമെന്നാണ് സൂചന. മീഡിയ 1 കൊച്ചി. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആക്ഷേപത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഷിഞ്ചിത ഒളിവിലെന്ന് സൂചന. പ്രതിയെ പിടികൂടി ശിക്ഷ നടപ്പാക്കിയാലേ മകന് നീതി ലഭിക്കൂ എന്ന് ദീപകിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യുവതിക്കെതിരെ കുടുംബം പരാതി നൽകിയത്. ഇതോടെ യുവതി ഒളിവിൽ പോയെന്നാണ് സൂചന. ഇവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതിയെ എത്രയും വേഗം പിടികൂടണമെന്ന് ദീപകിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. കണ്ടെത്താൻ വരെ വേണം, നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. എന്റെ മകന്റെ ജീവിതം വയ്യാലാക്കി. ഞാനൊന്നാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. ഒരു ലോകത്തിൽ ഒരാൾക്കും ഇനി വിധി കൊടുക്കരുത്. അതേസമയം ദീപക്കും യുവതിയും സഞ്ചരിച്ച ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ബസ് ജീവനക്കാർ പോലീസിന് കൈമാറി. പയ്യന്നൂർ രാമന്തള്ളി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരിൽ നിന്ന് പോലീസ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. അന്നേ ദിവസം അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ആരും പരാതി പറഞ്ഞില്ലെന്നുമാണ് ജീവനക്കാരുടെ പ്രതികരണം. നമുക്ക് അവർ പരാതി തരുമോ, നമ്മുടെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവരൊന്നും പറയുമോ, അങ്ങനത്തെ അനുഭവം ഉണ്ട് എന്ന് പറയുമോ നമ്മൾ ചെയ്തിട്ടില്ല. മീഡിയ 1 കോഴിക്കോട്.